10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2ലേക്ക് പോകുന്ന കുട്ടികളും അവരുടെ പാരൻസും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏത് സിലബസ് സെലക്ട് ചെയ്യണം? കേരള സിലബസിൽ പഠിക്കണം, CBSEയിൽ പഠിക്കണം, ISCയിൽ പഠിച്ചാലാണോ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ലക്ഷ്യം ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ മാത്രമാണ്. +2 എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക, ബോർഡ് എക്സാം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് സ്കോർ ചെയ്യാൻ സാധിക്കുക എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കേരള സിലബസിലാണ്. CBSEയുടെയും ISCയുടെയും ഒക്കെ എക്സാം കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് കൂടുതലാണ്. എന്നാൽ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ, JEE NEET ഒക്കെ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ, അതിൽ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും +2 കഴിഞ്ഞിട്ട് ഈ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യുന്ന കുട്ടികളിൽ നല്ലൊരു ശതമാനവും CBSE കുട്ടികളാണ്. ഈവൻ ദോ മെജോറിറ്റി ഓഫ് ദ കുട്ടികളും പഠിക്കുന്നത് കേരള സിലബസിലാണെങ്കിലും എൻട്രൻസ് എക്സാമുകളുടെ റിസൾട്ട് അതിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് CBSEയിലും ISCയിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരള സിലബസിൻ്റെ ലെവൽ ആക്ച്വലി എക്സാമിൻ്റെ ലെവൽ, പബ്ലിക് എക്സാമിൻ്റെ ലെവൽ കുറച്ച് താഴെയാണ്, CBSEയുടെയും മറ്റും കുറച്ച് മുകളിലാണ്. ഇതൊരു ഡിഫറൻസ് ആയിരിക്കാം. പിന്നെ ഓഫ് കോഴ്സ് നല്ല കോച്ചിങ്ങിന് പോകുക എന്നുള്ളത് ഇത്തരം എക്സാമുകളിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡിഫറൻസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CBSEയിൽ 5 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് +1 +2 പഠിക്കാനുണ്ടായിരിക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇനി ബയോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ ഇംഗ്ലീഷും ഉണ്ടായിരിക്കും. കേരള സിലബസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ടാകും. ഈ പറഞ്ഞ 5 കൂടെ സെക്കൻഡ് ലാംഗ്വേജ് കൂടെ പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ കേരള സിലബസിൽ +1ലും +2ലും ബോർഡ് എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്യണം. CBSEയിലാണെന്നുണ്ടെങ്കിൽ +2ൽ മാത്രമേ പബ്ലിക് എക്സാം ഉണ്ടായിരിക്കുള്ളൂ. +1ൽ സ്കൂളിൽ തന്നെ കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻ ആയിരിക്കും. ഇതാണ് മേജർ ആയിട്ടുള്ള ഡിഫറൻസുകൾ. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ടാണെന്നുണ്ടെങ്കിലും 2 സിലബസിലും സെയിം ടെക്സ്റ്റ് ബുക്കുകളാണ് പഠിക്കേണ്ടത്. NCERT ടെക്സ്റ്റ് ബുക്കുകളാണ് കേരള സിലബസിലും CBSEയിലും പഠിക്കേണ്ടത്. ആ കാര്യത്തിലും വ്യത്യാസമില്ല. ഇനി എൻട്രൻസ് എക്സാമുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേ സിലബസ് തന്നെയാണ്. നമ്മുടെ NCERTയുടെ +1 +2 സിലബസ് തന്നെയാണ് JEE NEET KEAM എക്സാമുകളുടെ എല്ലാം സിലബസും. അപ്പോൾ ഈ 2 സിലബസ് നിങ്ങൾ ചൂസ് ചെയ്താലും, നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്കൂൾ ഏതാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ +2 എക്സാം മാത്രം നിങ്ങൾ നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. സബ്ജക്റ്റുകളുടെ എണ്ണവും എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവലും. പക്ഷേ നിങ്ങളൊരു എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ 2 സിലബസിൽ പഠിച്ചു എന്നതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, എൻട്രൻസ് എക്സാമിന് നല്ല റിസൾട്ട് ഉറപ്പുവരുത്താൻ കഴിയില്ല. അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമാണ് JEE ആൻഡ് NEET എന്ന് പറയുന്നത്. സോ എക്സാം ബൈ ലേണിംഗിൻ്റെ +1ലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾക്കുള്ള JEE ബാച്ചിൻ്റെ അഡ്മിഷൻസ് ക്ലോസ് ചെയ്യാൻ പോവാണ്. താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ 6th മുതൽ 10th വരെ ക്ലാസ്സുകളിലേക്കുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫസ്റ്റ് ബാച്ചുകൾ നമ്മളത് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഹൈസ്കൂളിൽ തന്നെ സയൻസിലും മാത്സിലും നല്ല ബേസ് ഉണ്ടാക്കി സ്കോളർഷിപ്പ് എക്സാമുകൾ എഴുതി 11th 12th വരുന്ന എക്സാമിനേഷൻസ് ഫസ്റ്റ് ചാൻസിൽ തന്നെ നേടിയെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് നമ്മൾ ഹൈസ്കൂളിൽ തന്നെ അല്ലെങ്കിൽ 6th മുതൽ തന്നെ നല്ല ഫൗണ്ടേഷനോട് കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. IITiansഉം NITiansഉം ക്ലാസ്സുകൾ എടുക്കുന്ന ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ നമ്മുടെ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയിച്ചു തരുന്നതാണ്.